നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്തിൻ്റെ പല കോണുകളിലും യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ഭീതിയുടെ നിഴലിൽ നിർത്തുന്നത് അമേരിക്ക ഇസ്രായേൽ സഖ്യം ഇറാനെതിരെ നടത്തുന്ന ആക്രമണമാണ്. ഇതുവരെയായിട്ടും അതിനൊരു സമാധാനമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഇറാനാണെങ്കിൽ GCC രാജ്യങ്ങളിലേക്കും പ്രത്യാക്രമണം തുടരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തും ചില നുഴഞ്ഞുകയറ്റക്കാർ ഭീകരർ ശ്രമിക്കുമ്പോൾ അതിനെ കൃത്യമായി തന്നെ നമ്മുടെ നീക്കത്തിലൂടെ തടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെയും സമാധാനം നഷ്ടപ്പെടുത്താനായിട്ടാണ് ഇത്തരത്തിലുള്ള ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നത്. ഇന്ന് നിയന്ത്രണ രേഖ വഴി കടക്കാൻ ശ്രമിച്ച ഒരു പാക് ഭീകരനെ വധിച്ച് ഇന്ത്യൻ സുരക്ഷാ സേന. വടക്കൻ കശ്മീരിലെ ഉറി സെക്ടറിലുള്ള നിയന്ത്രണ രേഖ കടക്കുന്നതിനിടെയാണ് രാവിലെ നടന്ന ഏറ്റുമുട്ടലിൽ പാക് ഭീകരനെ ഉദ്യോഗസ്ഥർ വെടിവെച്ചിട്ടത്. ജമ്മു കാശ്മീർ പോലീസും സൈന്യവും സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ ഡിഗ്ഗി 2 ഭാഗമായി നടത്തിയ തെരച്ചിലാണ് ഭീകരരുമായി സൈന്യം ഏറ്റുമുട്ടിയത്. ജമ്മു കാശ്മീർ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്നലെയും ഇന്നുമായി ഉറി സെക്ടറിലെ ബുച്ചാർ മേഖലയിൽ പരിശോധന നടത്തിയിരുന്നു. പ്രദേശത്തെ വനത്തിനുള്ളിൽ സംശയാസ്പദമായ നീക്കം ശ്രദ്ധയിൽപ്പെട്ട സൈന്യം ഉടൻ തന്നെ ഭീകരനെ തടയാൻ തീരുമാനിച്ചു. കീഴടങ്ങാൻ സൈന്യം ആവശ്യപ്പെട്ടെങ്കിലും ഇയാൾ തുടർച്ചയായി വെടിയുതിർക്കുകയായിരുന്നു. തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ ഭീകരനെ വധിക്കുകയായിരുന്നുവെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ചിനാർ കോർപ്സ് നൽകുന്ന വിവരം. ഒരു AK-47 റൈഫിൾ, പിസ്റ്റളുകൾ, വെടിയുണ്ടകൾ എന്നിവയടക്കം വൻ ആയുധ ശേഖരമാണ് കൊല്ലപ്പെട്ട ഭീകരനിൽ നിന്ന് കണ്ടെടുത്തത്. പ്രദേശത്ത് കൂടുതൽ ഭീകരരുണ്ടോ എന്നറിയാൻ സൈന്യം ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. പാക് അധീന കശ്മീരിൽ നിന്നും കശ്മീർ താഴ്വരയിലേക്ക് ഭീകരർ കടക്കാറുള്ള പ്രധാന പാതകളിലൊന്നാണ് ഉറി സെക്ടർ. എന്നാൽ അതിർത്തിയിൽ നിരീക്ഷണ ക്യാമറകളും സേനയുടെ കരുത്തുറ്റ കാവലും ഉള്ളതിനാൽ സമീപകാലത്ത് നടന്ന മിക്ക നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളും സൈന്യം പരാജയപ്പെടുത്തിയിരുന്നു. ഓപ്പറേഷനിടയിൽ കൊടും വനത്തിൽ ഒരു ഭീകരന്റെ സംശയാസ്പദമായ നീക്കങ്ങൾ സൈനികർ മനസ്സിലാക്കി. തുടർന്ന് ഭീകരർ സൈന്യത്തിന് നേർക്ക് വെടിയുതിർത്തു. പ്രതികാരമായി തുടർന്നുള്ള ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേന പാകിസ്ഥാൻ ഭീകരനെ വധിക്കുകയായിരുന്നു. കൊല്ലപ്പെട്ട ഭീകരനിൽ നിന്നാണ് പിസ്റ്റളും യുദ്ധസാമഗ്രികൾ ഉൾപ്പെടെയുള്ള വലിയ തോതിലുള്ള വെടിയുണ്ടകളും കണ്ടെടുത്തത്. ഓപ്പറേഷൻ മേഖലയിൽ തുടരുകയാണ്. കൂടുതൽ ഭീകരർ പ്രദേശത്ത് ഒളിച്ചിരിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് സുരക്ഷാ സേന പ്രദേശം മുഴുവൻ വളഞ്ഞ് സമഗ്രമായ തിരച്ചിൽ നടത്തുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമാണ് ജമ്മുവിലെ പൂഞ്ചിലും ഒരു അട്ടിമറി ശ്രമം സുരക്ഷാ സേന തകർത്തത്. ഭക്ഷണപാത്രത്തിൽ ഒളിപ്പിച്ചു വെച്ച സ്ഫോടക വസ്തുവാണ് കണ്ടെത്തിയത്. സുരക്ഷാ സേന നടത്തിയ തിരച്ചിലിൽ റോഡരികിൽ നിന്നാണ് ഇവ കണ്ടെത്തിയത്. 4 കിലോയോളം സ്ഫോടക വസ്തുവാണ് കണ്ടെത്തിയത്. ഇത് നിർവീര്യമാക്കാനുള്ള നടപടികൾ അവിടെ വേഗത്തിൽ തന്നെ തുടരുകയും ചെയ്തിരുന്നു. പൂഞ്ചിലെ ഒരു പാറയിടക്കിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്ഫോടക വസ്തുക്കൾ. ഇവിടെ നിന്നും പാചകം ചെയ്ത ഭക്ഷണവും സൈന്യം കണ്ടെത്തി. പ്രദേശത്ത് സൈന്യവും പോലീസും ശക്തമായ തെരച്ചിൽ തുടരുകയാണ്. ഭീകരവാദികൾ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെല്ലാം പരിശോധന ശക്തമാക്കുമെന്നും സുരക്ഷാ സേന വ്യക്തമാക്കി. 2025 ഏപ്രിലിൽ 3 പേരെയും 2026 ഫെബ്രുവരി 4 ആദിൽ എന്ന ഭീകരനെയും 21, 22 തീയതികളിൽ നടന്ന ഓപ്പറേഷനിൽ മറ്റുള്ള 3 പേരെയും വധിച്ചതായി സേന അറിയിച്ചിരുന്നു. 2024 ജൂലൈയിൽ 4 സൈനികർ വീരമൃത്യു വരിച്ചതുൾപ്പെടെ ഒട്ടേറെ ആക്രമണങ്ങളിലെ മുഖ്യ സൂത്രധാരനാണ് സൈഫുള്ള. ജമ്മുവിനടുത്തുള്ള അഗ്നൂർ സെക്ടറിലെ ഉൾഗ്രാമത്തിൽ നിന്ന് 5000 രൂപയുടെ പാക് കറൻസി നോട്ടും ഒരു $ഡോളറും പതിച്ച 2 ബലൂണുകൾ പിടിച്ചെടുത്തിരുന്നു. ഗൗർ അതിർത്തി പ്രദേശത്തെ ഗുണാര ഗ്രാമത്തിൽ മരത്തിൽ കുടുങ്ങിയ നിലയിലായിരുന്നു ബലൂണുകൾ.